ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ലോക കണ്ടു, ലോക ചാപ്റ്റർ 1 ചന്ദ്ര. മാൻ, സൂപ്പർ സിനിമ, ഒരു അടിപൊളി സിനിമയാണ്. ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ഗംഭീരമായിട്ടുണ്ട് സിനിമ. ഇപ്പോ എന്താ പറയാ, ഇതൊരു സ്പോയിലേഴ്സ് ഒന്നും പറയുന്നില്ല, ജസ്റ്റ് ഒരു മൈ ഒപ്പീനിയൻ. പടം കണ്ടിട്ട് ഗംഭീര സിനിമ. ഞാൻ ഇപ്പൊ അടുത്ത് കണ്ടതിൽ എനിക്ക് തോന്നുന്നു തിയേറ്റർ ഇറങ്ങി ഹാപ്പിയായി എന്ന് പറഞ്ഞ എക്സ്പെക്ട് ചെയ്തതിലും കൂടുതൽ കിട്ടിയൊരു സിനിമയാണ് ലോക. ഇപ്പൊ ഞാൻ എക്സ്പെക്ട് ചെയ്ത ഞാൻ പറയാം, ഇത് ഓഫ് കോഴ്സ് ഒരു ദുൽഖറിന്റെ പ്രൊഡക്ഷൻ ആണ്. അപ്പോ പിന്നെ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് ബിൽഡ് ചെയ്യാൻ പോവുകയാണ്. സൂപ്പർ ഹീറോ മൂവിയാണെന്നുള്ള ഒരു എലമെന്റ് നമുക്ക് ആദ്യം അറിയായിരുന്നു. ട്രെയിലർ ഇറങ്ങി, ടീസർ ഇറങ്ങി, ഗംഭീര വിഷ്വൽ ട്രീറ്റ് ആണ്. ടെക്നിക്കലി ബ്രില്യന്റ് ആണെന്നുള്ളത് ട്രെയിലർ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായില്ലായിരുന്നു. പക്ഷെ ഇതിൽ വല്ലതുണ്ടോ സിനിമയിൽ, എന്താ പറയാ, ഒരു സ്ക്രിപ്റ്റിലോ അല്ലെങ്കിൽ കഥയോ വല്ലതും ഉണ്ടോ എന്നുള്ളൊരു ഇതായിരുന്നു കയറുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഒരു മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ അത് ഗംഭീരമാക്കി കളഞ്ഞു. അത് അടിപൊളി സിനിമയാണ്. അത്യാവശ്യം വിഷ്വലി ടെക്നിക്കലി മാത്രമല്ല, നല്ല കഥയുണ്ട്. അവരെടുത്ത കോൺസെപ്റ്റ് ഉണ്ട്. ഈ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് ബിൽഡ് ചെയ്യാൻ വേണ്ടി, സൂപ്പർ ഹീറോ എലമെന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എടുത്ത കോൺസെപ്റ്റ്സ് ഉണ്ട്. അത് ഞെട്ടിച്ചളഞ്ഞു. അത് ഗംഭീര സാധനങ്ങളാണ്. അതാണ് എനിക്കൊന്ന് പ്രത്യേകതയെന്ന് തോന്നുന്നു. കാരണം ഭയങ്കര റൂട്ടഡ് ആയി, അതായത് നമ്മളുടെ എന്താ പറയാ, മലയാളികൾക്ക് അറിയുന്ന കഥകളും എന്നാൽ അതിലുണ്ടാകുന്ന സൂപ്പർ ഹീറോ എലമെന്റ്സും ഒക്കെയാണ് സിനിമയിലുള്ളത്. അധികം പറയുന്നില്ല, കൂടുതൽ ഒരു സർപ്രൈസ് എലമെന്റ് കളയണ്ടല്ലോ. എടുത്തു പറയേണ്ടത്, ഇത് നെഗറ്റീവ് ഒന്നും പറയാനില്ല. ശരിക്കും പറയാൻ പോസിറ്റീവ്സ് മാത്രമേ ഉള്ളൂ. എനിക്ക് നെഗറ്റീവായിട്ട് ഒന്നും ഫീൽ ചെയ്തില്ല. ഈ ഒരു ടൈമും ശ്രദ്ധിച്ചില്ല. ഇത് ഇന്റർവെല്ലും എല്ലാം ഞാൻ ടൈം തീരെ നോക്കിയില്ല. ഫുൾ എൻജോയ് ചെയ്ത് കണ്ട സിനിമയാണ്. പെർഫോമൻസുകൾ ആയാലും മ്യൂസിക് ആയാലും എന്താ പറയാ, ഫൈറ്റ്സ് ആയാലും, ഫൈറ്റ്സ് ഒക്കെ പറയാതിരിക്കാൻ പറ്റില്ല, അടിപൊളി ഫൈറ്റ്സുകളാണ്. എല്ലാം കൊണ്ടും ഒരു ബണ്ടിലായിട്ടുള്ള ഒരു മൂവിയാണ്. നമുക്ക് എന്താ പറയാ, ഒരു പൈസക്ക് വേർത്ത് ആയിട്ടുള്ള മൂവിയാണ്. എല്ലാ ഡിപ്പാർട്ട്മെന്റും പെർഫെക്റ്റ് ആക്കി വെച്ചൊരു സിനിമയായിട്ട് എനിക്ക് തോന്നി. അതിൽ ഒരുപാട് ക്യാമിയോസ് ഉണ്ട്. ക്യാമിയോസിനെ പറയുന്നില്ല ഞാൻ ആരെയൊന്നും, പക്ഷേ ഗംഭീര ക്യാമിയോസുകളാണ് ഉള്ളത്. അതിൽ ക്യാമിയോ എന്ന് പറയുന്നതിനേക്കാളും ആ യൂണിവേഴ്സിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ആക്ടേഴ്സുകളും വരുന്നുണ്ട്. അതും അടിപൊളി ക്യാരക്ടേഴ്സുമാണ് ആ യൂണിവേഴ്സിൽ വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടും എന്താ പറയുക, എല്ലാവർക്കും ഒരു തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന സിനിമയാണ്. അത്യാവശ്യം നല്ല കോമഡി ക്യാരക്ടേഴ്സ് ഉണ്ട് അതിൽ. പ്രത്യേകം എടുത്ത് പറയേണ്ടത് ചന്തു, സലീം കുമാറിന്റെ മോനായ ചന്തു. പുള്ളിയുടെ മാനറിസം ശരിക്കും സലീം കുമാറിന്റെ അതേ തോന്നിക്കുന്നുണ്ടോ? പടം കണ്ടുപോയി ഇത് സലീം കുമാർ അതേ മാനറിസം എല്ലാം വരുന്നുണ്ട്. നല്ല രസമാണ് പുള്ളിയുടെ ക്യാരക്ടേഴ്സ്. അത്യാവശ്യം നല്ല രീതിയിൽ കോമഡി ടൈമിങ്ങും ഒക്കെ അടിപൊളിയായിട്ടുണ്ട് പുള്ളിയുടെ ക്യാരക്ടർ. അത് മാത്രമല്ല, എല്ലാവരും, നസ്രീനായാലും കല്യാണി ആയാലും എല്ലാവരും കൊണ്ടും നല്ലൊരു സിനിമ. പ്രത്യേകിച്ച് വില്ലൻ ക്യാരക്ടറായ സാൻഡി, പുള്ളി കിടുവാണ്. പുള്ളി നമ്മളുടെ ലിയോയിലൊക്കെ ഉണ്ടായിരുന്നു. പുള്ളി ഇതിലും പൊളിച്ചിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ കഥ എന്ന് പറയുമ്പോൾ, കഥ ഞാൻ ഫുള്ളായിട്ട് പറയുന്നില്ല. പക്ഷേ ഈ ഒരു സ്റ്റോറി ചാപ്റ്റർ 1 ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഒരു യൂണിവേഴ്സ് ബിൽഡ് ചെയ്യുന്നതിന്റെ പാർട്ടിൽ തന്നെയാണ്. കൂടുതലും ബാക്ക് സ്റ്റോറിയാണ്. അതായത് പ്രസന്റിൽ നടക്കുന്നതാണെങ്കിലും നമുക്ക് കൂടുതൽ പ്രസന്റ് പറയുന്നത് ബാക്ക് സ്റ്റോറിയാണ്. ചന്ദ്ര എന്താണെന്നുള്ളതും ചന്ദ്ര ക്യാരക്ടേഴ്സ് എങ്ങനെയാണെന്നുള്ള, യൂണിവേഴ്സ് എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നുള്ളത്, ആ ഒരു കൈൻഡ് ഓഫ് തിങ് ആണ് അവർ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവുന്നതും. ഇപ്പോൾ ഒറ്റ ക്യാരക്ടർ മാത്രം നിൽക്കുന്നില്ല, മറ്റുള്ള ക്യാരക്ടേഴ്സിനെയും മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട് ചെറിയ രീതിയിൽ. പിന്നെ മറ്റുള്ള ക്യാരക്ടേഴ്സ്, അതായത് സൂപ്പർ ഹീറോ എലമെന്റുള്ള വേറെ ക്യാരക്ടേഴ്സ് വന്നു പോകുന്നുമുണ്ട്. എനിക്ക് തോന്നുന്നത് പോസ്റ്റ് ക്രെഡിറ്റ്സിലൊക്കെ ഉണ്ട്. അപ്പോൾ അതും അതും വെയിറ്റ് ചെയ്യണം. അടുത്തൊരു യൂണിവേഴ്സിന്, അടുത്തൊരു ചാപ്റ്റർ 2 വേണ്ടി വെയിറ്റ് ചെയ്യുന്ന രീതിയിലാണ് അവസാനിപ്പിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടും ഗംഭീര സിനിമയാണ്. എനിക്ക് ഭയങ്കര ഹാപ്പിയായി സത്യം പറയുകയാണെങ്കിൽ. എനിക്ക് തോന്നുന്നത് കുറച്ച് കാലമായി ഇങ്ങനത്തെ ഒരു സിനിമകളും മൊത്തം എല്ലാവരും നെഗറ്റീവായിട്ടൊന്നും തോന്നിക്കാത്തൊരു സിനിമ ഇറങ്ങുന്നത്. പിന്നെ ഇത് കാണുമ്പോൾ നല്ല സ്ക്രീനിൽ പോയി കാണാം. തിയേറ്റർ വാച്ചാണ്, ഒരിക്കലും OTT എന്ന് പറയില്ല. കാരണം അത് ഒരു മസ്റ്റ് വാച്ചാണ് തിയേറ്റർ.
നല്ല സ്ക്രീനിൽ പോയി കാണാം. ഞാൻ കണ്ടത് ലുലുവിലാണ്, OD8 ട്രിവാൻഡ്രം. കൊള്ളായിരുന്നു. നല്ല 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 വിഷ്വൽസ് ആയിരുന്നു. നല്ല സ്ക്രീനും വലിയ സ്ക്രീനുമാണ്. എന്തുകൊണ്ട് നല്ല സിനിമയാണ് കാണാൻ പറ്റിയത്. അപ്പോൾ കണ്ടു നോക്കുക, കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക, കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്തുകൊണ്ടും എനിക്കിഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടേണ്ടതാണ്. എന്തുകൊണ്ടും നല്ല മൂവിയാണ്. ബാക്കി മൂവീസ് കണ്ടിട്ടില്ല. ഓണം, ഹൃദയപൂർവ്വമല്ല, ഒരുപാട് സിനിമ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അത് കണ്ടിട്ടില്ല. ഇതാണ് ഫസ്റ്റ് കണ്ടത്. ഹൈപ്പിനേക്കാൾ എനിക്ക് കിട്ടി, ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ എനിക്ക് കിട്ടി. നല്ല സിനിമയായിട്ട് എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ, ബൈ ബൈ.